ചന്ദ്രമതി ഇരിക്കെ. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? എന്റെ മോളെ അവള് ആ തനൂജ കുത്തി വീഴ്ത്തി. രജനി ആശുപത്രിയിലായതിന്റെ ദുഃഖം അന്വേഷിച്ചല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ കുടുംബത്തെ ദുഃഖിപ്പിക്കരുതെന്ന് അപേക്ഷിക്കാന്. ചന്ദ്രമതി എന്താ ഈ പറയുന്നേ? നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ തീർക്കണം. അത് ബാലുവിന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കരുത്. ചന്ദ്രമതി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല, അതെനിക്കറിയാം. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ലല്ലോ. ആന്റി, എന്താ കാര്യം? ഞാൻ പ്രഭയോടാ സംസാരിക്കുന്നെ, നീ അതിൽ ഇടപെടണ്ട. കുഴപ്പങ്ങളെല്ലാം തുടങ്ങി വെച്ചത് നീ ഒറ്റ ഒരുത്തിയാ. ചന്ദ്രമതി, കാര്യം എന്താണെന്ന് പറയേ. ഒന്നാമതേ രജനി ആശുപത്രിയിലായതിന്റെ ഒരാദിയിലാണ് ഇവിടെ ഞങ്ങളൊക്കെ. രാത്രി ആശുപത്രിയിൽ നിന്ന് വന്നു, ഇനിയിപ്പോ പോണം. അതിനിടയിൽ ചന്ദ്രമതി വന്ന് വാലും തുമ്പും ഇല്ലാതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞാലോ? ഞാൻ വാലും തുമ്പുമില്ലാതെ സംസാരിക്കുകയാണെന്നോ? വാലും തലയും ഒക്കെ വെച്ച് തന്നെയാ സംസാരിക്കുന്നെ. ചന്ദ്രമതി കാര്യം പറയുന്നുണ്ടോ? പറയല്ല, കാണിച്ചു തന്നെ തരാം. വീട് വരെ വന്നാ മതി. അവിടെ ബാലു രാവിലെ തുടങ്ങിയ മദ്യപാന ഇതുവരെ നിർത്തിയിട്ടില്ല. അതിന് ചന്ദ്രമതി ഞങ്ങളോട് ദേഷ്യം കാണിക്കുന്നത് എന്തിനാ? ബലരാമൻ മദ്യപിക്കുന്നതിന് ഞങ്ങൾ എന്ത് പിഴച്ചോ? നിങ്ങൾ എന്ത് പിഴച്ചെന്നോ? ബാലുവിനെ പിഴപ്പിച്ച ആള് ഇവിടെയുണ്ട്. സിദ്ധു ഒരാളാ ബാലുവിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. എന്താ പറഞ്ഞേ? സിദ്ധു ബലരാമനും മദ്യം വാങ്ങിക്കൊടുത്തുവെന്നോ? കുടിപ്പിച്ചെന്നോ? ചന്ദ്രമതിക്ക് ഇത് എന്തു പറ്റി? എനിക്കെന്ത് പറ്റിയെന്നോ? എനിക്ക് വലിയൊരു തെറ്റ് പറ്റി. മീരയുടെ മരണശേഷം നിങ്ങളെ എന്നേക്കുമായി അകറ്റി തന്നെ നിർത്തണമായിരുന്നു. അത് ചെയ്യാതിരുന്നതാ എന്റെ തെറ്റ്. ആ തെറ്റിനിപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ചന്ദ്രമതി, ഞാൻ പറഞ്ഞു, ഒരു വലിയ വിഷമത്തിന്റെ നടുവിൽ നിൽക്കാൻ ഞാൻ. അതിന്റെ ഇടയിൽ ചന്ദ്രമതി ഓരോ കെട്ടുകഥകൾ ഉണ്ടാക്കാൻ നോക്കണ്ട. സ്വന്തം ഭർത്താവ് വഴിതെറ്റി പോകുന്നതിന് പഴി മറ്റാരെല്ലാം കൊണ്ട് ചാർത്തണ്ട. ബാലു അങ്ങനെ വഴി തെറ്റുന്ന ആളല്ല. വഴി തെറ്റിച്ചത് സിദ്ധുവാ. ആന്റി വേണ്ട, പ്ലീസ്. നീ അഭിനയിക്കൊന്നും വേണ്ട. നീയും കൂടി ചേർന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നെ. ദേവികയെ കുറ്റം പറയണ്ട. ദേവികയല്ല, ഇവിടെ ആരെയും കുറ്റം പറയണ്ട. ബലരാമനാ എല്ലാത്തിന്റെ ഉത്തരവാദി. ചന്ദ്രമതിക്ക് അറിയണോ? വേണ്ട. അല്ല മോളെ, ഇനി പറയാതിരുന്നാ ശരിയാവില്ല. ബാലുവിനെതിരെ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു നല്ല മനുഷ്യന് നിങ്ങളൊക്കെ ചേർന്ന് ഒരു മുഴുക്കുഴിയനാക്കി തീർത്തു. അന്ന് രാത്രി ബാലുവിനെ മൂക്കറ്റം കുടിപ്പിച്ച് സിദ്ധു വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് എന്റെ മനസ്സ് പറഞ്ഞു, സിദ്ധു എന്തോ മനസ്സിൽ കണ്ടിരുന്നു എന്ന്. സിദ്ധുവിനെ കണ്ട് താക്കീത് ചെയ്യാനാ ഞാൻ വന്നേ. കള്ളു വാങ്ങിക്കൊടുത്ത് സിദ്ധു ബാലുവിനെ നിർബന്ധിച്ചു കാണും തനുജ ഏറ്റെടുക്കാൻ. ബോധമില്ലാത്ത അവസ്ഥയില്ല ഇപ്പൊ ബാലു. അത് ശരി, കഥകൾ അങ്ങനെയാണല്ലേ? അങ്ങനെയൊക്കെയാണോ ബലരാമൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്? പ്രതിയങ്ങ് വാദിയായല്ലോ. ഒരു കാര്യം ചെയ്, ബലരാമൻ ഇപ്പൊ മദ്യലഹരിയിലാണല്ലോ. ഇപ്പൊ ചോദിച്ചാ ചിലപ്പോ കാര്യങ്ങൾ തുറന്നു പറയും. ചോദിക്ക് തനൂജിയുടെ അമ്മേ, പ്ലീസ് വേണ്ട. ആന്റി, ദയവ് ഇതൊന്നു പോ. ഇവിടെ ആരെയും അച്ഛൻ കുടിപ്പിച്ചിട്ടില്ല. മദ്യപാനത്തിനെതിരെ സംസാരിക്കുന്ന ആളാ അച്ഛൻ. ഒരച്ഛൻ. അച്ഛനെയൊക്കെ എത്ര വെള്ള പൂശിയാലും നാട്ടുകാർക്കറിയാം തനി നിറം.
അറിയാനൊന്നുമില്ല. തനി തങ്കം തന്നെ എന്റെ ഭർത്താവ്. എന്റെ ഭർത്താവ് എനിക്ക് മാത്രമല്ല, കുടുംബത്തിനാകെ അഭിമാനമാ. സിദ്ധുവിനാകെ ഒരു ദോഷേ ഉള്ളൂ, അർഹിക്കാത്തവർക്ക് സഹായം ചെയ്യും. അവരുടെ തെറ്റുകൾ സ്വയം ഏറ്റെടുക്കും. അവസാനം കുറ്റം ചെയ്തയാൾ മാന്യനും സിദ്ധു തെറ്റുകാരനുമാകും. ഇന്നത്തോടെ അതൊക്കെ ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. ഒക്കെ അവസാനിപ്പിക്കാൻ തന്നെയാ ഞാനും വന്നേ. സിദ്ധുവിനെ കണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സിദ്ധുവിനെ കാത്തിരിക്കണ്ട. നീ ചോദിക്കാതെ തന്നെ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അറിയണോ നിനക്ക്? വേണ്ട. ഒരു മിനിറ്റ്, നമുക്ക് അച്ഛനെ വിളിക്കാം. ദേവിക, അമ്മ ഒന്ന് വന്നേ. അമ്മ വന്നേ, വരാനല്ലേ പറഞ്ഞേ? വാ. ഓ അത് ശരി. അകത്ത് കൊണ്ടുപോയി ക്ലാസ് എടുത്ത് കൊടുക്കാനായിരിക്കും എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടാന്ന്. ചന്ദ്രമതി, ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. അമ്മേ, ഞാൻ എന്തായാലും സിദ്ധുവിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. ആന്റി, അച്ഛൻ ഇപ്പൊ വരും. ആ വരട്ടെ. തനുജയുടെ വിഷയവുമായി സിദ്ധു ഇനി ബാലുവിനെ കാണില്ലെന്ന് ഉറപ്പ് കിട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ആ ഉറപ്പ് ഞാൻ ഇപ്പൊ തന്നെ. അമ്മ വന്നേ. വാ. ഛെ, വാ. അമ്മ ഇങ്ങ് വന്നേ. എന്താ? അമ്മേ, അബദ്ധം കാണിക്കല്ലേ. കാര്യങ്ങളൊക്കെ അമ്മ വിളിച്ചു പറയാൻ തുടങ്ങുമായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. അതെ, ഒക്കെ ഞാൻ അവളെ അറിയിക്കാൻ പോവാ. അമ്മേ, നീ എന്താ ഈ കാണിക്കുന്നേ? ആരെയാ പേടിക്കുന്നേ? അവള് പറയുന്നത് കേട്ടില്ലേ? സിദ്ധുവാണ് എല്ലാത്തിനും കാരണക്കാരനെന്ന്. സിദ്ധു ബലരാമനെ മുഴുക്കുടിയനാക്കിയെന്ന്. ബലരാമൻ കുടിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കാം. അമ്മേ, ഞാനൊന്ന് പറയട്ടെ. അവൾ അറിയട്ടെ അവളുടെ ഭർത്താവിന്റെ വീരചരിത്രങ്ങൾ. അമ്മേ, ഒക്കെ ഞാൻ കൈകാര്യം ചെയ്യാം. അമ്മ ഒന്ന് സമാധാനിക്ക്. ഇല്ല ദേവിക, ചുമ്മാ സിദ്ധുവിനെ കുറ്റപ്പെടുത്തുന്നത് എനിക്കങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ എല്ലാം തുറന്നു പറയും. അയ്യോ, മേരി തോമസിന്റെ കാര്യം ഉൾപ്പെടെ. അമ്മേ പ്ലീസ്. ഇതൊക്കെ അറിഞ്ഞ ചന്ദ്രമതി എന്റെ കടുങ്കൈ എന്തെങ്കിലും ചെയ്തേക്കും. ഇനി ആരെന്ത് ചെയ്താലും എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് എന്റെ കുടുംബമാണ് വലുത്. രജനി ആശുപത്രി കിടക്കുന്നത് എന്തിനു വേണ്ടിയാ? ആർക്കു വേണ്ടിയാ? തനൂജ യഥാർത്ഥത്തിൽ ചന്ദ്രമതിയുടെ വീട്ടിൽ ചെന്നിട്ടായിരുന്നില്ലേ ഈ കലാപമൊക്കെ കാണിക്കേണ്ടിയിരുന്നത്? സിദ്ധു ബലരാമനോട് സഹതാപം കാണിച്ചതുകൊണ്ടല്ലേ എന്റെ മോള് ഇപ്പൊ ഈ വേദന അനുഭവിക്കുന്നത്? വല്ലവരുടെയും കുടുംബം കലങ്ങാതിരിക്കാൻ വേണ്ടി എന്റെ വീട്ടുകാരെ കൊലയ്ക്ക് കൊടുക്കാൻ ഇനി പറ്റില്ല. ആലോചിക്കുമ്പോ എനിക്ക് കലി വരുക. ബലരാമനെ സിദ്ധു കുടിപ്പിച്ചെന്ന്. ബലരാമനെ കുടിക്കാനോ മറ്റോ അറിയാമോ? കൊച്ചുകുട്ടിയല്ലേ, കുപ്പിക്കണക്കിനാ വിഴുങ്ങുന്നേ. എന്നിട്ടിപ്പോ അയാളെ വലിയ ഹരിചന്ദ്രനാക്കുക ചെയ്യുന്നേ. കുറ്റം എന്റെ സിദ്ധുവിനും. ഞാനൊന്നും അങ്ങോട്ട് ചെല്ലട്ടെ. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചാലേ ശരിയാവൂ. അമ്മേ, നീ പേടിക്കണ്ട, വഴക്കിലേക്കൊന്നും പോവില്ല. ഒക്കെ അതിന്റെ രീതിക്ക് പറഞ്ഞോളാം. പ്ലീസ് അമ്മേ, വേണ്ട. ഞാൻ കാല് പിടിക്കാം. ഒന്നാമത് അച്ഛൻ നമ്മളെ വിശ്വസിച്ചിട്ടാ ആ മേരി തോമസിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. അതൊക്കെ നമ്മൾ നോക്കണ്ടേ അമ്മേ? അതുമല്ല, ഇന്നത്തോടെ ബലരാമൻ അങ്ങളുമായിട്ടുള്ള പ്രശ്നം തീർക്കുമെന്നാണല്ലോ അച്ഛൻ പറഞ്ഞത്. അപ്പോ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് കാത്തിരിക്കാം അമ്മേ. ബലരാമൻ അങ്ങള് തന്നെ ചന്ദ്രമതി ആന്റിയോട് ഒക്കെ പറഞ്ഞോളും. എനിക്കതിലൊന്നും വിശ്വാസമില്ല. കാമുകയെ പറഞ്ഞ് ചതിച്ച ആളല്ലേ ബലരാമൻ. ഭാര്യയെ പറഞ്ഞു പറ്റിക്കാൻ അതിനേക്കാളും എളുപ്പം.
ചന്ദ്രമതിയോട് കുറ്റമൊക്കെ സിദ്ധുവിന്റെ പുറത്തു വച്ചിട്ടായിരിക്കും പറയുന്നത്. കൊടുപ്പിക്കുന്നത് സിദ്ധു ആണെന്ന് അയാളായിരിക്കും ചന്ദ്രമതിയോട് പറഞ്ഞത്. കള്ളത്തരം ചെയ്യുന്ന ചില ഭർത്താക്കന്മാർ അങ്ങനെയാ. ഭാര്യയെ എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ മിടുക്കന്മാരാ. ആ മിടുക്കൊക്കെ ഇനി കയ്യിൽ വെച്ചിരുന്നാ മതി. പ്രഭേ, ദാ വരുന്നു ആന്റി. അമ്മേ പ്ലീസ്, അച്ഛന്റെ അറിവില്ലാതെ നമ്മളൊന്നും എടുത്ത് ചാടരുത്. അമ്മ ഇവിടെ ഇരിക്കേ. വേണമെങ്കിൽ അച്ഛനോടൊന്ന് ഫോണിൽ സംസാരിക്കേ. എന്ത് വേണമെന്ന് ചോദിക്കേ. ഞാൻ ഇപ്പൊ വരാം. ആന്റി, പ്രഭേ ഇങ്ങ് വിളിക്ക്. സിദ്ധാർത്ഥൻ ഇപ്പൊ വരുമോ? ബാലുവിന്റെ അവസ്ഥ എന്താണെന്നറിയില്ല. എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോണം. ആ പ്രഭ, രജനിക്ക് എങ്ങനെയുണ്ട്? ഭേദമായി വരുന്നു. ഗിരീഷ് അമ്മയ്ക്ക് ഇവിടെ ഉണ്ടല്ലോ. മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ നല്ല സർട്ടിഫിക്കറ്റുകളാ സിദ്ധുവിന് കിട്ടുന്നത്. എന്താ? സിദ്ധു ആണ് ബലരാമന്റെ മദ്യപാനത്തിന് കാരണമെന്ന്. തനൂജ പ്രശ്നങ്ങൾ ആ വീട്ടിലും കൂടി കണക്ട് ചെയ്യുന്നത് നമ്മളാണെന്ന്. എന്നാര് പറഞ്ഞു? ബലരാമനോ? പറഞ്ഞത് ചന്ദ്രമതിയാ. പറയിപ്പിച്ചത് ബലരാമനായിരിക്കും. ചന്ദ്രമതി വിളിച്ചിരുന്നോ? വിളിച്ചതല്ല, വന്നിട്ടുണ്ട്. പുറത്തിരിപ്പുണ്ട്. തർക്കം സഹിക്കാൻ പറ്റാതെ ഞാൻ ഒക്കെ തുറന്നു പറയുമെന്ന ഘട്ടത്തിൽ ദേവിക എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നതാ. തീരുമാനം ഉണ്ടാക്കാതെ ഇറങ്ങില്ല എന്നാ ചന്ദ്രമതി പറയുന്നത്. ഇപ്പൊ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പോവാ. തനൂജ് ബലരാമന്റെ മോളാണെന്ന് ഞാൻ പറയാൻ പോവാ. പ്രഭ, അവളോട് പറയുന്നതിന് മുൻപ് സിദ്ധുവിനോട് കാര്യങ്ങൾ അറിയിക്കണമല്ലോ. വേണ്ട, താൻ അബദ്ധമൊന്നും കാണിക്കരുത്. അബദ്ധം കാണിച്ചത് ഞാനല്ല, ആ ബലരാമനാ. അതിനനുഭവിച്ചത് അത്രയും നമ്മുടെ കുടുംബവും. പ്രഭ, ഞാൻ പറയുന്നു കേൾക്ക്. വല്ലവർക്കും വേണ്ടി നമ്മൾ എന്തിനാ സിദ്ധു അപവാദം സഹിക്കുന്നത്? പാവ രജനി, ഇനിയും കുത്തും കൊലപാതകം ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറയാൻ തന്നെ പോവാ. തീരുമാനം ഉണ്ടാവാതെ ചന്ദ്രമതി അവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞു അല്ലേ? അവളെ തീരുമാനം ഉണ്ടാക്കിയിട്ടേ പോകൂന്ന്. എങ്കിൽ ആ തീരുമാനം ഞാൻ ഉണ്ടാക്കാം. എന്താ സിദ്ധു? ഇന്ന് തന്നെ തീരുമാനം ഉണ്ടായിരിക്കുമെന്ന്. എല്ലാ പ്രശ്നങ്ങളും ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ പോവാ ഞാൻ. വളരെ കാലമായില്ലേ സിദ്ധു ഇത് പറയാൻ തുടങ്ങിയിട്ട്? ഇതങ്ങനെയല്ല. ഇനി ബലരാമന്റെ നീക്കത്തിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്നില്ല. ചന്ദ്രമതിയോട് മറ്റെന്തെങ്കിലും സംസാരിച്ച് പറഞ്ഞയക്കും. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മുടെ തലവേദന എന്നേക്കുമായി തീരും. ഇതെന്റെ വാക്കാ. ശരി, സിദ്ധുവിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കാം. തനിക്ക് എന്നെ വിശ്വസിക്കാം. എന്താ അമ്മേ, എന്താ അച്ഛൻ പറഞ്ഞേ? എല്ലാം ഇന്നത്തോടെ അവസാനിപ്പിക്കാമെന്ന്. എന്തായിരിക്കും അച്ഛന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം? ഈ തലവേദന ഇന്നത്തോടെ തീർക്കുമെന്നാ പറഞ്ഞത്. ബലരാമനോട് ശക്തമായിട്ട് പറയുമായിരിക്കും. ഓ, അമ്മ വാ, ചന്ദ്രമതി എന്റെ തിരക്കുന്നുണ്ട്. ഓ, വാ അമ്മേ.
സിദ്ധു എപ്പോ വരും? അതോ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടെന്ന് വിളിച്ചു പറഞ്ഞോ? ചെയ്ത് കൂട്ടിയ വൃത്തികേടുകളൊക്കെ ഞാൻ അറിഞ്ഞൊന്നും ഇവിടെ വന്ന് ഞാൻ ബഹളം വെക്കുകയാണെന്നും അറിയിച്ച സിദ്ധുവിനെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാലോ അല്ലേ? ഒളിച്ചിരിക്കേണ്ട ഗതികേട് ആർക്കാ വരാൻ പോകുന്നെന്ന് കാണാം നമുക്ക്. ആന്റി, അച്ഛന് പറയാനുള്ളത് ഇന്ന് പറയും. അത് കേൾക്കണോ എനിക്ക്? ഇന്നെന്തായാലും സിദ്ധുവിനെ കണ്ടിട്ട് ഞാൻ തിരിച്ചു പോവും. മതി, അത് മതി. ഇന്നത്തോടെ രണ്ടിലൊന്ന് അറിയട്ടെ. ഇനി വച്ച് നീട്ടണ്ട, കാര്യങ്ങളൊക്കെ അവസാനിക്കട്ടെ. അതെ, അവസാനിപ്പിക്കും. ഇനി എന്തായാലും സിദ്ധുവും ബാലും തമ്മിൽ ഒരു ബന്ധവും വേണ്ട. ഇനി അഥവാ അങ്ങനെ സൗഹൃദം തുടർന്ന ഞാനായിരിക്കും അവരെ അകറ്റാൻ പോകുന്നത്. ആ ദേവി, നന്ദു എവിടെയാ? ഹോസ്പിറ്റലിലാണോ? ഞാൻ ദേ പുറത്തേക്ക് ഇറങ്ങി. ചേച്ചിക്ക് ഫ്രൂട്ട്സും മറ്റും വാങ്ങണം. നന്ദു, ചന്ദ്രമതി ആന്റി ഇവിടെ വന്നിരിക്കുക. അച്ഛനെ കണ്ട് സംസാരിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നെ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബലരാമൻ അങ്കിളിനെ മൊത്തം ചീത്തയാക്കുന്നത് അച്ഛനാണെന്നും പറഞ്ഞു ഒരേ ബഹളോ. അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയല്ലോ, ചിലപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ടോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നന്ദു, എനിക്കൊരു പേടി. ഇനി അച്ഛൻ ബലരാമൻ അങ്കിളുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വഴക്കാവോ? അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീ പേടിക്കുന്ന എന്തിനാ? പറയുന്നെങ്കിൽ പറയട്ടെ, അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ. എന്തായാലും നമ്മളൊന്ന് കരുതിയിരിക്കണം. അച്ഛൻ ഇവിടെ വന്നാ ഞാൻ നന്ദുവിനെ വിളിക്കാം. ഇല്ലെങ്കിൽ നന്ദു എന്തായാലും ബലരാമൻ അങ്കിളുടെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കണേ. ശരി. ശരി. ഞാൻ സാറിന്റെ മുമ്പിൽ ഒരു അപേക്ഷ വെക്കുക. ഞാൻ മകളാണെന്ന് എന്റെ അച്ഛനെ കൊണ്ട് അംഗീകരിപ്പിക്കണം. എന്റെ അമ്മയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്നിട്ട് ആദ്യം ഞാൻ സാറിനെ തന്നെ അറിയിക്കും. ബലരാമ, ബലരാമ, ബലരാമ. ഓ, ഇപ്പൊ പകലം തുടങ്ങിയോ? സിദ്ധുവാ, ഇനിയെല്ലാം വെളിച്ചത്താവട്ടെ. ഒളിക്കുകയും മറക്കുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ഈ അപവാദങ്ങൾ ഉണ്ടാവുന്നത്. തന്റെ മദ്യപാനത്തെ പറ്റി അപവാദം ഉണ്ടായി കഴിഞ്ഞു. ഞാനാ തന്നെ കുടിപ്പിക്കുന്നെന്നാ ചന്ദ്രമതി പറയുന്നത്. ചന്ദ്രമതിയെ ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. അത് നന്നായി. എന്റെ വീട്ടിൽ വന്ന് എന്റെ കുറ്റങ്ങൾ പറയുന്നത് നന്നായെന്നോ? അല്ല, അവളിവിടുന്ന് മാറി നിൽക്കുന്നത് നന്നായി എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചന്ദ്രത്തേക്ക് പോവാ.
ഞാനൊരു ബായും പറഞ്ഞു.